We are ready. We are ready. We are ready. We are ready. We're ready. We're ready. We are ready. We are ready. We are ready. We are ready. We're ready. We are ready. നമ്മൾ മലയാളികൾക്ക് ഉറക്കമില്ലാത്തൊരു മാസമാണ് വരാനായിട്ട് പോകുന്നത്. മലയാളികളെന്ന് മാത്രമല്ല, ലോക ജനസംഖ്യയുടെ നല്ലൊരു ശതമാനം ജനങ്ങളും ഈ ഒരു മാസം ഉറങ്ങില്ല. നമ്മൾ കാത്തിരുന്ന 4 വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഓരോ കാൽപന്ത് കളിക്കാരൻ്റെയും അല്ലെങ്കിൽ കാൽപന്ത് കളിയെ പ്രണയിക്കുന്ന ഓരോ ആളുടെയും സിരകളിൽ ലഹരി നിറയ്ക്കുന്ന ഫിഫ ലോകകപ്പ് വരാനായിട്ട് പോവുകയാണ്. ജൂൺ 11 മുതൽ ജൂലൈ 19 വരെ നടക്കുന്ന ഈ ഒരു കോമ്പറ്റീഷൻ, അതായത് 2026 കാനഡയും അമേരിക്കയും മെക്സിക്കോയും ചേർന്ന് നടത്തുന്ന ഫിഫ വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ഫിഫ വേൾഡ് കപ്പിന്റെ 23ാമത്തെ എഡിഷനാണ്. 1930 സൗത്ത് അമേരിക്കൻ രാജ്യമായിട്ടുള്ള യുറുഗ്വായിലാണ് ആദ്യത്തെ ലോകകപ്പ് നടക്കുന്നത്. 96 വർഷം പിന്നിടുമ്പോഴത്തേക്കും ഫുട്ബോളിൻ്റെയും അത് നടത്തുന്ന ഫിഫയുടെയും ഭംഗി കൂടിയിട്ടേ ഉള്ളൂ. അതിന് യാതൊരു കോട്ടവും ഇതുവരെ തട്ടിയിട്ടില്ല. ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ അറൗണ്ട് ദ വേൾഡ് സീരീസ് വീണ്ടും ആരംഭിക്കുമ്പോൾ ഇതിലും മനോഹരമായൊരു വിഷയം നമുക്ക് ചെയ്യാനില്ല. അറൗണ്ട് ദ വേൾഡ് സീരീസിന്റെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമുക്ക് കാൽപന്ത് കളിയുടെ ലോകകപ്പിന്റെ അതിന് നിയന്ത്രിക്കുന്ന ഫെഡറേഷൻ ഇന്റർനാഷണൽ ഡി ഫുട്ബോൾ അസോസിയേഷൻ എന്ന് പറയുന്ന ഫിഫയുടെ ചരിത്രം കാണാം. കാൽപന്ത് കളിയുടെ തുടക്കത്തിനെ സംബന്ധിച്ച് ഒരുപാട് കഥകളുണ്ട്. അതിലേറ്റവും പ്രാധാന്യമുള്ളത് ചൈനയിൽ നിന്ന് ഈ കളി തുടങ്ങി എന്ന് പറയുന്നതിലാണ്. BC 3-2 നൂറ്റാണ്ടുകളിലായിട്ട് ചൈന ഭരിച്ചിരുന്ന ഹാൻ ഡൈനാസ്റ്റി അവരുടെ മിലിറ്ററി ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ഗെയിമാണ് ഫുട്ബോളിന്റെ തുടക്കമായിട്ട് കണക്കാക്കുന്നത്. ഇതാണ് സു ചു. ചൈനയെ മറ്റു ലോകരാജ്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തിരുന്ന ചരിത്രത്തിൽ നമ്മൾ പഠിക്കുന്ന സിൽക്ക് റോഡ് ഉണ്ട്. ഈ സിൽക്ക് റോഡിലൂടെ ഫുട്ബോൾ എന്ന് പറയുന്ന ഈ ഒരു ഗെയിം, അതായത് സു ചു, മറ്റുള്ള രാജ്യങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അതായത് ഏൻഷ്യൻ കാലഘട്ടത്തിൽ നമുക്ക് ഫുട്ബോളിന് സിമിലർ ആയിട്ടുള്ള ഗെയിംസ് ജപ്പാനിൽ, അതുപോലെ ഗ്രീസിൽ, ഈവൻ അമേരിക്കയിലും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇന്ന് കാണുന്ന കളിക്കുന്ന രീതിയിലേക്ക് ഫുട്ബോൾ മാറിയത്, അതായത് മോഡേൺ ഫുട്ബോളിന്റെ തുടക്കം എന്ന് പറയുന്നത് 19ാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിലാണ്. ഇന്നും ആക്റ്റീവായി നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും പഴയ ഫുട്ബോൾ ക്ലബ്ബ് എന്ന് പറയുന്നത് 1857 സ്ഥാപിക്കപ്പെട്ട ഇംഗ്ലണ്ടിൽ നിന്ന് തന്നെയുള്ള ഷെഫീൽഡ് FC ആണ്. ലോകത്തിലെ ഏറ്റവും പഴയ ഫുട്ബോൾ അസോസിയേഷൻ എന്ന് പറയുന്നതും ബ്രിട്ടനിൽ നിന്ന് തന്നെയാണ്. അതാണ് 1863 ആരംഭിച്ച ഫുട്ബോൾ അസോസിയേഷൻ ഓഫ് ഇംഗ്ലണ്ട്. ഇവരുമായിട്ട് ബന്ധപ്പെട്ടാണ് ലോകത്തിലെ ഏറ്റവും പഴയ ഫുട്ബോൾ കോമ്പറ്റീഷൻ നടന്നത്. 1871-72 കാലഘട്ടത്തിലാണ് ഇത് ആരംഭിച്ചത്. അതാണ് ഫുട്ബോൾ അസോസിയേഷൻ ചലഞ്ച് കപ്പ്, അഥവാ നമ്മളിന്ന് കോമൺ ആയിട്ട് പറയുന്ന FA കപ്പ്. ഏതാണ്ട് ഇതേ കാലഘട്ടത്തിൽ, അതായത് 19ാം നൂറ്റാണ്ടിന്റെ അവസാനമാണ് ഇംഗ്ലണ്ടിൽ നിന്നും മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു ഗെയിം എത്തുന്നത്. അങ്ങോട്ട് മാത്രമല്ല കേട്ടോ, സൗത്ത് അമേരിക്കയിലെ ബ്രസീലിലേക്കും അർജന്റീനയിലേക്കും, എന്തിനാ ഇന്ത്യ ഉൾപ്പെടുന്ന ബ്രിട്ടീഷ് കോളനികളിലേക്കും ഫുട്ബോൾ എത്തുന്നത് ഈ ബ്രിട്ടീഷുകാരിലൂടെ തന്നെയാണ്. ഇതേ 19ാം നൂറ്റാണ്ടിലാണ് ബ്രിട്ടീഷുകാർ കേരളത്തിലെ മലബാർ, തിരുവിതാംകൂർ ഭാഗത്തേക്കും ഫുട്ബോൾ എന്ന് പറയുന്ന ഗെയിമിനെ എത്തിക്കുന്നത്. ലോകത്തിലെ ആദ്യത്തെ ഒരു ഇന്റർനാഷണൽ ഫുട്ബോൾ മാച്ച് നടക്കുന്നത് 1872 ഇത് ഇംഗ്ലണ്ടും സ്കോട്ട്ലൻഡും തമ്മിലായിരുന്നു. ആ മത്സരം ഒരു സമനിലയിൽ അവസാനിക്കുന്നുണ്ട്. എന്നാൽ ഫുട്ബോളിന് ലോകമെമ്പാടും ഒരു ഖ്യാതി കിട്ടി തുടങ്ങുന്നത് ഈ ഫുട്ബോളിനെ ഒളിമ്പിക്സ് മത്സരങ്ങളിലേക്ക് ഉൾപ്പെടുത്തി തുടങ്ങിയപ്പോഴാണ്. 1900 പാരീസ് ഒളിമ്പിക്സിലാണ് ആദ്യമായിട്ട് ഫുട്ബോൾ ഒരു ഇനമായിട്ട് വരുന്നത്. എന്നാലൊന്നും മെഡലൊന്നും ഉണ്ടായിരുന്നില്ല. ബ്രിട്ടനിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ബെൽജിയത്തിൽ നിന്നുള്ള 3 ക്ലബ്ബുകൾ പങ്കെടുത്ത് മത്സരിക്കുന്ന ഒരു പ്രദർശന മത്സരം പോലെയായിരുന്നു ഫുട്ബോൾ. അങ്ങനെ ഫുട്ബോൾ ലോകമെമ്പാടും പടർന്നു പിടിക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് മാത്രമല്ല, ദരിദ്രന്മാരുടെ നാടായിട്ടുള്ള പല പല കോളനികളും സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിലും ഫുട്ബോളിന് വല്ലാത്ത ഒരു ഖ്യാതി കിട്ടുന്നുണ്ട്. അപ്പോഴാണ് ആഗോളതലത്തിൽ ഫുട്ബോളിനെ നിയന്ത്രിക്കാനായിട്ടൊരു സംഘടന വേണമെന്നുള്ള ആവശ്യം ശക്തമായിട്ട് വരുന്നത്. 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 1904 ഒരു മെയ് മാസം 21 ഫ്രാൻസിലെ പാരീസ് ആസ്ഥാനമായിട്ട് ഫിഫ, ഫെഡറേഷൻ ഇന്റർനാഷണൽ ഡി ഫുട്ബോൾ അസോസിയേഷൻ എന്ന് പറയുന്ന നമ്മുടെ ഫിഫ സ്ഥാപിക്കപ്പെടുന്നത്. ഇന്ന് ലോക ഫുട്ബോളിനെ നിയന്ത്രിക്കുന്ന ഫിഫയുടെ ആസ്ഥാനം, ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചാണ്. 1900 പാരീസ് ഒളിമ്പിക്സിൽ ഫുട്ബോൾ ഒരു പ്രദർശന മത്സരമായിട്ട് ഉൾപ്പെടുത്തിയെന്ന് നമ്മൾ പറഞ്ഞല്ലോ. 1908 ലണ്ടൻ ഒളിമ്പിക്സിലാണ് ഫുട്ബോൾ ഒരു ഔദ്യോഗിക ഒളിമ്പിക് സ്പോർട്ടായിട്ട് മാറുന്നത്. 1920 ഒളിമ്പിക്സ് നടക്കുന്നത് ബെൽജിയത്തിലാണ്. ആ ഒളിമ്പിക്സിൽ 15 രാജ്യങ്ങൾ ഫുട്ബോൾ കളിച്ചു. ആ ഒളിമ്പിക്സിലാണ് ആദ്യമായിട്ട് യൂറോപ്പിൽ നിന്നല്ലാത്തൊരു രാജ്യവും ഫുട്ബോൾ കളിക്കുന്നത്. അത് ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള ഈജിപ്ത് ആയിരുന്നു. 1904 സ്ഥാപിക്കപ്പെട്ടെങ്കിലും ഫിഫയുടെ ഒരു പ്രൊഫഷണൽ യുഗം, അതായത് ഫിഫ കൺട്രോൾ ചെയ്യുന്ന ഗ്ലോബൽ ഫുട്ബോളിന്റെ ഒരു പ്രൊഫഷണൽ യുഗം ആരംഭിക്കുന്നു എന്ന് പറയുന്നത് 1920-കളിലാണ്. 1924 1928 നടന്ന ഒളിമ്പിക് മത്സരങ്ങളിൽ ഫുട്ബോളിൽ ചാമ്പ്യന്മാരായത് സൗത്ത് അമേരിക്കയിലെ ചെറിയ രാജ്യമായിട്ടുള്ള യുറുഗ്വായ് ആയിരുന്നു. ഇത് ഫ്രാൻസിന്റെ ജേഴ്സിയാണ്. ഫ്രഞ്ച് ലെജൻഡ് 10ാം നമ്പറുകാരനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ ജേഴ്സിയിൽ 2 നക്ഷത്രങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ നക്ഷത്രങ്ങൾ അവർക്ക് എത്ര ലോകകപ്പ് കിട്ടി എന്നുള്ളതിനെ കാണിക്കുന്നത്. യുറുഗ്വായുടെ ജേഴ്സി നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് അവിടെ 4 നക്ഷത്രങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഇതിൽ 2 ഈ 1924-ലെയും 1928-ലെയും
അവരുടെ ഒളിമ്പിക് മത്സരങ്ങളിലെ ഫുട്ബോളിലുള്ള ജയത്തിനെയാണ് കാണിക്കുന്നത്. ഫുട്ബോൾ അങ്ങനെ വളർന്ന് പടർന്ന് പന്തലിച്ച് ഒരു ലോകവികാരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒളിമ്പിക്സിന് പുറത്തേക്ക് ഒരു അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റ് വേണമെന്നുള്ള ആവശ്യം ശക്തമാകുന്നത്. അക്കാലത്തെ ഫിഫയുടെ പ്രസിഡന്റ് ആയിരുന്നു, ഏറ്റവും കൂടുതൽ കാലം ഫിഫയുടെ പ്രസിഡന്റ് ആയിരുന്ന ഫ്രഞ്ച് ഫുട്ബോൾ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ജൂൾ റീമെ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പദ്ധതി അദ്ദേഹം ഫിഫയ്ക്ക് മുന്നിലേക്ക് വെക്കുന്നു. അതിന് 1928 ഫിഫ അംഗീകാരം കൊടുക്കുന്നു. അങ്ങനെയാണ് 1930 ആദ്യത്തെ ഫിഫ വേൾഡ് കപ്പിലേക്ക് നമ്മൾ എത്തുന്നത്. ലോക ചരിത്രത്തിലെ ആദ്യത്തെ ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത് 1930 യുറുഗ്വായിൽ വെച്ച് അവരുടെ തലസ്ഥാനമായിട്ടുള്ള മോണ്ടിവീഡിയോയിലാണ്. അപ്പോൾ ആദ്യ ലോകകപ്പിന്റെ ഹോസ്റ്റായിട്ട് യുറുഗ്വായിനെ എടുക്കാൻ പല കാരണങ്ങളുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ 1924 28 അവരാണ് കപ്പടിച്ചത്. ഇത് കൂടാതെ യുറുഗ്വായ് എന്ന് പറയുന്ന രാജ്യം ഇൻഡിപെൻഡന്റ് ആയിട്ട് അപ്പോഴത്തേക്കും 100 വർഷം പിന്നിട്ടിരുന്നു. ഈ കാരണങ്ങളാലാണ് ആദ്യ ലോകകപ്പിനെ യുറുഗ്വായ് ഹോസ്റ്റ് ചെയ്യുന്നത്. അന്ന് നോർത്ത് അമേരിക്കയിൽ നിന്നും സൗത്ത് അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നുമായിട്ട് 13 രാജ്യങ്ങളാണ് ആ വേൾഡ് കപ്പ് കളിച്ചത്. അതിന്റെ ഫൈനൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. യുറുഗ്വായ് എന്ന് പറയുന്ന രാജ്യം 4-2 അയൽക്കാരായിട്ടുള്ള അർജന്റീനയെ തകർത്ത് ആദ്യ ലോകകപ്പ് സ്വന്തമാക്കുന്നു. അവരുടെ ജേഴ്സിയിൽ 3ാമത് ഒരു നക്ഷത്രം വരുന്നു. പിന്നീടും അവർ ജയിക്കുന്നുണ്ട്. അങ്ങനെ 4 ലോകകപ്പുകളാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഈ ഒഫീഷ്യൽ കാലഘട്ടം നോക്കുമ്പോൾ 930 മുതലുള്ള കാലഘട്ടം നോക്കുമ്പോൾ യുറുഗ്വായ് 2 ലോകകപ്പാണ് നേടിയിട്ടുള്ളത്. 2 1924, 28 കാലഘട്ടത്തിലായിരുന്നു. അടുത്ത വേൾഡ് കപ്പ്, അതായത് 1934 ലോകകപ്പിനെ ഹോസ്റ്റ് ചെയ്ത യൂറോപ്യൻ രാജ്യമായിട്ടുള്ള ഇറ്റലി ആയിരുന്നു. ഇതിന്റെ പ്രത്യേകത എന്തെന്നാൽ ആദ്യമായിട്ട് അപ്പോഴാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ക്രൈറ്റീരിയ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 16 ലോകരാജ്യങ്ങൾ കളിച്ച ആ ഒരു 1934 വേൾഡ് കപ്പിലെ ചാമ്പ്യന്മാരായതും ഇറ്റലി തന്നെയാണ്. പിന്നീട് അങ്ങോട്ട് ടീമുകളുടെ എണ്ണം 16 അങ്ങനെ തുടരുന്നുണ്ട്. 1982 വേൾഡ് കപ്പ് നടക്കുന്നത് സ്പെയിനിലാണ്. അപ്പോഴാണ് ആദ്യമായിട്ട് ടീമുകളുടെ എണ്ണം 16 നിന്നും 24 പോകുന്നത്. 1998 വേൾഡ് കപ്പ് നടക്കുന്നത് ഫ്രാൻസിലാണ്. അപ്പോഴാണ് ടീമുകളുടെ എണ്ണം 24 നിന്നും 32 പോകുന്നത്. 2022 വേൾഡ് കപ്പ് വരെ 32 ടീമുകളായിരുന്നു ലോക ഫുട്ബോളിലെ ഈ പറയുന്ന മാമാങ്കത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. 2026 കാനഡയും അമേരിക്കയും മെക്സിക്കോയും ഒരുമിച്ച് നടത്തുന്ന ഫിഫ വേൾഡ് കപ്പിന്റെ 23ാമത്തെ എഡിഷനിലാണ് ആദ്യമായിട്ട് ടീമുകളുടെ എണ്ണം 48 ആക്കി ഉയർത്തുന്നത്. നമ്മൾ പറഞ്ഞല്ലോ ആദ്യത്തെ ലോകകപ്പ് 1930 എന്ന്. അതായത് ഇപ്പൊ നടക്കാൻ വേണ്ടി പോകുന്നത് 96 വർഷങ്ങൾക്ക് ഇപ്പുറമുള്ള വേൾഡ് കപ്പാണ്. ഈ കഴിഞ്ഞ 96 വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ കപ്പടിച്ച ടീം എന്ന് പറയുന്നത് അത് നമ്മുടെ കാനഡകളാണ്. ലോക ഫുട്ബോളിന് ഒരുപാട് ലെജൻസിനെ സമ്മാനിച്ച മഞ്ഞപ്പട ബ്രസീല് 5 കപ്പ് നേടിയിട്ടുണ്ട്. 2ാം സ്ഥാനത്ത് 2 രാജ്യങ്ങളാണുള്ളത്. 4 വീതം കപ്പുകൾ അടിച്ചിട്ടുള്ള ജർമ്മനിയും ഇറ്റലിയുമാണ് 2ാമത് വരുന്നത്. കഴിഞ്ഞ വേൾഡ് കപ്പ് ഖത്തർ വേൾഡ് കപ്പിൽ 2022 കപ്പടിച്ച അർജന്റീനയാണ് 3ാം സ്ഥാനത്തുള്ളത്. അവർക്ക് 3 വേൾഡ് കപ്പാണ് സ്വന്തമായിട്ടുള്ളത്. ഇതിനിടയിൽ വേൾഡ് കപ്പിനെ ഹോസ്റ്റ് ചെയ്യാനുള്ള ഭാഗ്യം ഏഷ്യൻ രാജ്യങ്ങളിലേക്കും എത്തുന്നുണ്ട്. ആദ്യമായിട്ട് ഏഷ്യ ഫിഫ വേൾഡ് കപ്പിനെ ഹോസ്റ്റ് ചെയ്യുന്നത് 2002 അന്ന് ജപ്പാനും സൗത്ത് കൊറിയയും ഒരുമിച്ചാണ് ഈ വേൾഡ് കപ്പിനെ ഹോസ്റ്റ് ചെയ്തത്. 2ാമത് ഇങ്ങനെ ഏഷ്യയ്ക്ക് സൗഭാഗ്യം ലഭിക്കുന്നത് കഴിഞ്ഞ തവണയാണ് 2022 ഖത്തർ വേൾഡ് കപ്പ്. നമുക്കറിയാം 2026 ഹോസ്റ്റ് ചെയ്യുന്നത് കാനഡയും US-ഉം മെക്സിക്കോയും ചേർന്നിട്ടാണ്. 2030 വേൾഡ് കപ്പ് അടുത്തതായിട്ട് വരാൻ വേണ്ടി പോകുന്ന, അതായത് ഫിഫ വേൾഡ് കപ്പ് തുടങ്ങിയിട്ട് 100 വർഷം തികയാൻ വേണ്ടി പോകുന്ന അടുത്ത ലോകകപ്പ്, അതിനെ 3 രാജ്യങ്ങൾ ഒരുമിച്ചാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. അവരാണ് സ്പെയിനും പോർച്ചുഗലും പിന്നെ മൊറോക്കോയും. 2034 വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മറ്റൊരു ഏഷ്യൻ രാജ്യമായിട്ടുള്ള സൗദി അറേബ്യയാണ്. അപ്പോൾ ഏഷ്യയിൽ നടക്കുന്ന 3ാമത്തെ വേൾഡ് കപ്പ് ആയിരിക്കും 2034. ഇനി നമുക്ക് 2022 ഖത്തർ വേൾഡ് കപ്പിന്റെ ഫൈനലിലേക്ക് വരാം. ലോക ഫുട്ബോളിനെ ഇത്രയേറെ ആവേശത്തിലേക്ക് എത്തിച്ച ഒരു വേൾഡ് കപ്പ് ഫൈനൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. മുഴുവൻ സമയം കഴിഞ്ഞപ്പോൾ ഫ്രാൻസും അർജന്റീനയും 3 ഗോൾ വീതം നേടി കളി സമനിലയിലേക്ക് എത്തിച്ചു. ഏകദേശം 150 കോടി ജനങ്ങളാണ് ആ വേൾഡ് കപ്പ് ഫൈനൽ കണ്ടുകൊണ്ടിരുന്നത്. അത്രയും പേരെ സാക്ഷി നിർത്തി പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഫ്രാൻസിനെ 4-2 തകർത്തുകൊണ്ട് അർജന്റീന കിരീടമണിഞ്ഞു. അർജന്റീനയ്ക്ക് 3ാമത് ലോകകപ്പ് നേടിക്കൊടുത്ത ആ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദ മാച്ച് എന്ന് പറയുന്നത് അർജന്റീനയുടെ ജേഴ്സിയിലേക്ക് പുതിയൊരു നക്ഷത്രം കൂടെ ചേർത്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാൽപന്ത് കളിയുടെ മാന്ത്രികൻ അല്ലെങ്കിൽ ദൈവപുത്രൻ എന്നൊക്കെ അറിയപ്പെടുന്ന സാക്ഷാൽ ലയണൽ മെസ്സി ആയിരുന്നു. അർജന്റീനയ്ക്കും ഫ്രാൻസിനും പിന്നിലായിട്ട് 3ഉം 4ഉം സ്ഥാനങ്ങൾ യഥാക്രമം നേടിയത് ക്രൊയേഷ്യയും മൊറോക്കോയുമായിരുന്നു. ഫൈനലിലെ ഹാട്രിക് ഉൾപ്പെടെ ആകെ മുഴുവൻ 8 ഗോളുകൾ അടിച്ച് ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പെ ടോപ്പ് സ്കോറർക്കുള്ള ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കി. ഫിഫ വേൾഡ് കപ്പിലെ ടൂർണമെന്റിലെ ബെസ്റ്റ് പ്ലെയറിനുള്ള അവാർഡാണ് ഗോൾഡൻ ബോൾ ആയിട്ട് കൊടുക്കുന്നത്. ഗോൾഡൻ ബോൾ നേടിയതും മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ലയണൽ മെസ്സിയാണ്. ബെസ്റ്റ് ഗോൾ കീപ്പറിനുള്ള ഗോൾഡൻ ഗ്ലൗ അത് നേടിയത് അർജന്റീനയുടെ ഗോൾ കീപ്പറായിരുന്ന ഫൈനലിൽ കിടിലം സേവുകൾ നടത്തിയ എമിലിയാനോ മാർട്ടിനസ് ആയിരുന്നു. ഫിഫ യങ് പ്ലെയർ അവാർഡ് കിട്ടിയത് അന്ന് വെറും 21 വയസ്സുള്ള അർജന്റീനിയൻ പ്ലെയർ ആയിരുന്ന എൻസോ ഫെർണാണ്ടസിനാണ്. 2026 ലോകകപ്പിലെ 48 രാജ്യങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇതിൽ കുറെ ഏഷ്യൻ രാജ്യങ്ങളുണ്ട് കേട്ടോ. ആദ്യമായിട്ട് കളിക്കുന്ന ഉസ്ബെക്കിസ്ഥാൻ, അതുപോലെ ജപ്പാൻ, ഇറാൻ, സൗത്ത് കൊറിയ, ഇവരൊക്കെയാണ് ഏഷ്യയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങൾ.
ചില കുഞ്ഞൻ രാജ്യങ്ങളും കളിക്കുന്നുണ്ട്. 2 ലക്ഷത്തിൽ താഴെ മാത്രം ജനസംഖ്യയുള്ള കരീബിയൻ രാജ്യമായിട്ടുള്ള കുറാസോ ഒരു ഉദാഹരണമാണ്. ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള 5.5 ലക്ഷത്തിൽ താഴെ മാത്രം പോപ്പുലേഷനുള്ള കേപ്പ് വെർഡെ ഇത് മറ്റൊരു ഉദാഹരണമാണ്. ഞാനിങ്ങനെ ജനസംഖ്യ എണ്ണി പറയാൻ കാരണം ലോകത്തിലെ 7ാമത്തെ വലിയ രാജ്യമായിട്ടുള്ള 150 കോടിയിലധികം ജനങ്ങളുള്ള, അതായത് ലോകത്തിലെ 7ാമത്തെ വലിയ രാജ്യവും ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യവുമായിട്ടുള്ള നമ്മുടെ രാജ്യം ഇന്ത്യ ഈ വേൾഡ് കപ്പ് കളിക്കുന്നില്ല. ഈ വേൾഡ് കപ്പ് എന്നല്ല, കഴിഞ്ഞ 96 വർഷം നടന്ന ഒരു ഫിഫ ലോകകപ്പ് പോലും ഇന്ത്യ കളിച്ചിട്ടില്ല. ഇതുവരെ കളിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം ഇന്ത്യ ഒരു ഫിഫ വേൾഡ് കപ്പിന് യോഗ്യത നേടിയിട്ടുണ്ട്. നമുക്കറിയാം, നമുക്ക് 947 സ്വാതന്ത്ര്യം കിട്ടുന്നു, 950 നമ്മൾ റിപ്പബ്ലിക് ആകുന്നു. 950 ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത് ബ്രസീലിലാണ്. അന്ന് ഇന്ത്യയുമായിട്ട് കളിക്കേണ്ടിയിരുന്ന മറ്റുള്ള ഏഷ്യൻ രാജ്യങ്ങൾ, അതായത് ക്വാളിഫയേഴ്സ് കളിക്കേണ്ടിരുന്ന മറ്റുള്ള ഏഷ്യൻ രാജ്യങ്ങൾ, ഉദാഹരണത്തിന് ഫിലിപ്പീൻസ്, ബർമ, ഇതുപോലെ ഇന്തോനേഷ്യ, ഇവരൊക്കെ പിന്മാറിയത് കൊണ്ട് ഒരു കളി പോലും കളിക്കാതെ ഇന്ത്യ ഓട്ടോമാറ്റിക്കലി ക്വാളിഫൈ ആവുകയായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു രസകരമായിട്ടുള്ള കഥ കേട്ടിട്ടുണ്ട്. ബെയർ ഫുഡിൽ കളിച്ച് ശീലിച്ചിരുന്ന ഇന്ത്യക്കാർക്ക് ബൂട്ടിടാൻ അറിയാത്തത് കൊണ്ട് അവരെ കളിപ്പിക്കാൻ ഫിഫ സമ്മതിച്ചില്ല എന്ന്. എന്നാൽ യഥാർത്ഥ കാരണം ഇതൊന്നും ആയിരുന്നില്ല. 1950 ഫിഫ വേൾഡ് കപ്പിന്, ബ്രസീൽ വേൾഡ് കപ്പിന് പങ്കെടുക്കേണ്ടെന്ന് ഇന്ത്യയിൽ ഫുട്ബോൾ നിയന്ത്രിക്കുന്ന ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തീരുമാനിക്കുകയായിരുന്നു. അതിന് പല കാരണങ്ങൾ അവർ പറഞ്ഞു. ഒന്ന്, ഇന്ത്യയിൽ നിന്നും ബ്രസീൽ വരെ പോകാനുള്ള ചെലവ്, അത് വഹിക്കാൻ ആരുമില്ല. 2, വേണ്ടത്ര ട്രെയിനിങ് ഇല്ലാത്ത പ്ലേയേഴ്സിൽ അവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. മൂന്നാമത്തെ കാര്യം, ഫിഫ വേൾഡ് കപ്പിന്റെ പ്രാധാന്യം മനസ്സിലാക്കാത്ത അവർ കുറെ കൂടെ ഫോക്കസ് കൊടുത്തിരുന്നത് 1952 വരാൻ വേണ്ടി പോകുന്ന ഹെൽസിങ്കി ഒളിമ്പിക്സിലായിരുന്നു. ഞാൻ ഫുട്ബോൾ കളിക്കാൻ തുടങ്ങിയ കാലഘട്ടം മുതൽ എൻ്റെ മനസ്സിലുള്ള സംശയമായിരുന്നു, എന്തുകൊണ്ടാണ് ഇന്ത്യ ലോകകപ്പ് കളിക്കാത്തതെന്ന്. വളർന്നു തുടങ്ങിയപ്പോൾ പല പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഇന്ന ഫാക്ടേഴ്സ് കൊണ്ടാണ് ഇന്ത്യ കളിക്കാത്തത്. ചെറുപ്പം മുതലേ കേൾക്കുന്ന ഒരു ടേമാണ് ഇന്ത്യ ഈസ് ദ സ്ലീപ്പിംഗ് ജയൻസ് ഇൻ വേൾഡ് ഫുട്ബോൾ. ലോക ഫുട്ബോളിലെ ഉറങ്ങുന്ന ഭീമനാണ് ഇന്ത്യ. നമ്മൾ രാമായണ കഥയിൽ കേൾക്കുന്ന കുംഭകർണൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. ശാപം കിട്ടിയിട്ടാണെങ്കിലും ആൾ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ഉണരും. കാലാകാലങ്ങളായിട്ട് സുഖനിദ്രയിലാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും ഇന്ത്യൻ ഫുട്ബോളും. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫിഫ റാങ്കിങ്ങിൽ 136ാമത് നിൽക്കുന്ന നമ്മുടെ ഈ രാജ്യം, 150 കോടിയിലധികം ജനങ്ങളുള്ള ഈ രാജ്യം എത്രയും പെട്ടെന്ന് ഉറക്കമിട്ട് എഴുന്നേക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. 2026 ഈ വേൾഡ് കപ്പ് നമ്മൾ മലയാളികൾക്ക് കുറച്ചുകൂടെ സ്പെഷ്യലാണ്. കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മലയാളി ഒരു വേൾഡ് കപ്പ് സ്ക്വാഡിൽ അംഗമാവുന്നത്. ഇന്ത്യൻ സ്ക്വാഡിലല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടും അറിയാം. ഖത്തറിന്റെ ഫൈനൽ സ്ക്വാഡിൽ അംഗമായത് കണ്ണൂർ സ്വദേശിയായിട്ടുള്ള തഹ്സീൻ മുഹമ്മദ് ജംഷീദാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. തരക്കേടില്ലാത്ത ഫണ്ടിങ്ങും ട്രെയിനിങ് സപ്പോർട്ടും കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് തന്നെ തഹ്സീനെ പോലുള്ള ആയിരക്കണക്കിന് പ്ലെയേഴ്സിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. വിദേശ സൂപ്പർ താരങ്ങളെ ഇന്ത്യൻ മണ്ണിൽ എത്തിച്ച് 10 മിനിറ്റ് പ്രദർശിപ്പിക്കാനായിട്ട് കോടികൾ ചെലവാക്കാനുള്ള പല ആളുകളുടെയും ത്വര നമ്മൾ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് കണ്ടതാണ്. ഇതിനുവേണ്ടി ചെലവാക്കുന്ന കാശും അല്ലെങ്കിൽ ഇതിനുവേണ്ടി കാണിക്കുന്ന ആത്മാർത്ഥതയുടെ പകുതിയും, അല്ലെങ്കിൽ ക്രിക്കറ്റ് പോലുള്ള ഒരു ഗെയിമിന് കൊടുക്കുന്ന സപ്പോർട്ടിന്റെ 10-1 കൂടെ ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് ഉറപ്പായിട്ടും റൊണാൾഡോയെ പോലെ മെസ്സിയെ പോലെ നെയ്മറിനെ പോലെ ആയിരക്കണക്കിന് പ്ലേയേഴ്സിനെ വാർത്തെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ നാട്ടിൽ എവിടെ പന്ത് കെട്ടാനായിട്ട് പോയി കഴിഞ്ഞാലും പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് 50കളിൽ 60കളിലൊക്കെ ആ ഒരു പ്രായത്തിലും അതിമനോഹരമായിട്ട് പന്തിനെ കൺട്രോൾ ചെയ്ത് കളിക്കുന്ന ചേട്ടന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അതായത് കാൽപന്ത് കളി എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു പോയിട്ടുള്ള ഒരു സാധനമാണ്. അങ്ങനെ മരണം വരെ ഫുട്ബോൾ കളിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ ഇന്ത്യക്കാരൻ്റെയും ഓരോ മലയാളിയുടെയും ആഗ്രഹമാണ് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം ലോകകപ്പ് കളിക്കണമെന്നുള്ളത്. അതിലൊരു മലയാളിയെ കാണാൻ കഴിയുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ഇതൊരു വിദൂര സ്വപ്നമാണെന്ന് എനിക്കറിയാം. ഈ അടുത്തെങ്ങും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു സ്വപ്നമാണെന്ന് എനിക്കറിയാം. എന്നാൽ ഈ അടുത്ത്, അതായത് ഈ വേൾഡ് കപ്പിൽ തന്നെ നടക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഒരു പേഴ്സണൽ സ്വപ്നം കൂടെ പറഞ്ഞിട്ട് അറൗണ്ട് ദ വേൾഡ് സീരീസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാം. എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളെല്ലാവരും ഫുട്ബോൾ കളിക്കാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. വർഷം കൃത്യമായിട്ട് ഓർമ്മയില്ല, 2004-05 ആണെന്ന് തോന്നുന്നുണ്ട്. മലയപ്പീടിക എന്ന് പറയുന്ന ഞങ്ങളുടെ ജംഗ്ഷനിൽ ഇരുന്നുകൊണ്ട് ഗൾഫിൽ നിന്നൊന്നും ഒരു ഇക്കാടെ ഒരു നോക്കിയ ഫോൺ, ചെറിയ ഫോണാണ്, ആ ഫോണിൽ ഫുട്ബോൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് കൂട്ടുകാർ. അപ്പം ഞാനിങ്ങനെ തലയെത്തി നോക്കിയപ്പോൾ ഞാൻ ആദ്യം കാണുന്നത് നല്ലൊരു ഹൈബോളാണ്. ആ ഹൈബോളിനെ അതിമനോഹരമായിട്ട് ഒരു ചെറുപ്പക്കാരൻ ചെസ്റ്റിലേക്ക് എടുക്കുന്നുണ്ട്. ചെസ്റ്റിൽ നിന്ന് ആ പന്ത് ഒഴുകിയ ആളുടെ കാലിലേക്ക് വരുന്നുണ്ട്. ഒന്ന് വെട്ടിത്തിരിഞ്ഞ അയാൾ 1-2 പ്ലേയേഴ്സിനെ ഡ്രിബിൾ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റെപ്പ് ഓവർ കാണുന്നത്. പിന്നീട് അദ്ദേഹം സ്റ്റെപ്പ് ഓവറുകളുടെ രാജകുമാരനായിട്ട് മാറുന്നുണ്ട്. ആ വ്യക്തി ആ പോസ്റ്റിലേക്ക്, ആളുടെ മുന്നിൽ കണ്ട ലക്ഷ്യത്തിലേക്ക് ഒരു ബുള്ളറ്റ് വേഗതയിൽ അടിച്ചുവിട്ട പന്ത് പോസ്റ്റിലേക്ക് കയറിയോ എന്നെനിക്ക് ഓർമ്മയില്ല. പക്ഷെ ആ വ്യക്തിയും അന്ന് ആ വ്യക്തി കാണിച്ച ഡ്രിബിളും എൻ്റെ നെഞ്ചിലേക്ക് തുളഞ്ഞു കയറിയിട്ടുണ്ട്. പിന്നീട് ആ വ്യക്തിയെ കാലാകാലങ്ങളായിട്ട് എവിടെയൊക്കെ പോയോ അവിടെയൊക്കെ ഫോളോ ചെയ്തു. ആരെപ്പറ്റിയാണ് പറയുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഞാനന്ന് കളി കണ്ടപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ 7ാം നമ്പർ ജേഴ്സി അണിഞ്ഞ ആ ഒരു ചെറുപ്പക്കാരൻ, ക്രിസ്ത്യാനോ റൊണാൾഡോ ദോസ് സാന്റോസ് അവേറോ, CR7, നമ്മുടെ സ്വന്തം അണ്ണൻ, അദ്ദേഹം യുണൈറ്റഡിൽ നിന്ന് റയലിലേക്ക് പോയി, യുവൻറ്റസിലേക്ക് പോയി, തിരിച്ചു വന്നു, സൗദിയിലേക്ക് പോയി, അൽ നാസറിൽ കളിച്ച് പോകുന്ന വഴിയിലൊക്കെ ഞങ്ങൾ കുറേ അണ്ണൻ ഫാൻസും ആളുടെ പുറകിൽ പോയിട്ടുണ്ട്.
ഈ വേൾഡ് കപ്പ് നടക്കുമ്പോൾ നമ്മുടെ അണ്ണന് 41 വയസ്സാണ്. അതായത് അടുത്ത വേൾഡ് കപ്പ് ആളുടെ ഹോമിലാണ് നടക്കുന്നത്. നമ്മൾ പറഞ്ഞു സ്പെയിനും പോർച്ചുഗലും മൊറോക്കോയും ചേർന്നിട്ടാണ് വേൾഡ് കപ്പ് നടത്തുന്നത്. അടുത്ത വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന് 45 വയസ്സാകും. സെൽഫ് ഡിറ്റർമിനേഷൻ, ഡിസിപ്ലിൻ, ഫിസിക്കൽ ഫിറ്റ്നസ്, ഇത് മൂന്നും ഒരേപോലെ കൊണ്ടുപോയിട്ടുള്ള, ലോകത്തിലെ ഒരു സ്പോർട്സിലും ഇത്ര ഭംഗിക്ക് ഇത് കൊണ്ടുപോയിട്ടുള്ള ഒരു താരമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിരുന്നാലും പോർച്ചുഗലിൽ നടക്കുന്ന ലോകകപ്പ് 45 വയസ്സിൽ അദ്ദേഹം കളിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് വേദനയോടെ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വേൾഡ് കപ്പ് ആയിരിക്കാം ഈ കാണാനായിട്ട് പോകുന്നത്. ഈ അവസാനത്തെ അംഗത്തിൽ ലോകത്തിലെ ഒരുപാട് കിരീടങ്ങളിൽ മുത്തമിട്ടിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ ഗോൾസ് നേടിയിട്ടുള്ള താരമായിട്ടുണ്ടെങ്കിലും കിട്ടാനായിട്ട് ഇനി അദ്ദേഹത്തിനൊന്നും ബാക്കിയില്ല. അദ്ദേഹത്തിന് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ സാധിക്കാത്ത ഒരു കിരീടം എന്ന് പറയുന്നത് ഫിഫ വേൾഡ് കപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു റൊണാൾഡോ ഫാൻ എന്നുള്ള നിലയ്ക്ക്, ഒരു അണ്ണൻ ഫാൻ എന്നുള്ള നിലയ്ക്ക് വളരെ സെൽഫിഷായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ലോകകപ്പ് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് കിട്ടും, പോർച്ചുഗൽ ഇപ്രാവശ്യത്തെ കപ്പടിക്കും എന്നുള്ളത്. ഇതുപോലെ കാൽപന്ത് കളി ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ടാകും. നിങ്ങളുടെ ഫേവറേറ്റ് ടീം, നിങ്ങൾ കപ്പടിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന ടീം, നിങ്ങളുടെ ഫേവറേറ്റ് പ്ലെയർ ആരൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് പറയുക. ആരുടെ ആഗ്രഹമാണ് സഫലീകരിച്ച് കാണുക എന്നുള്ളത് നമുക്ക് നോക്കാം. എറൗണ്ട് ദ വേൾഡ് സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.